വെൽക്കം ബാക്ക് ടു ചാര വിത്ത് അനല. നമ്മൾ റീഡിങ്സ് ഇടുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ്, അവർ ഇപ്പോൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ടിൽ ദി എൻഡ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ ഇമ്മീഡിയറ്റ് തോട്ട് അബൌട്ട് യു ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അവർ എന്താണ് ഏറ്റവും ആദ്യം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് എന്ന് നോക്കാം. ലവേഴ്സ് കാർഡ്. ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ് വേറെ ഏതാ ഉള്ളത്? ലവേഴ്സ് കാർഡാണ്. അവർക്ക് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡാണ്. ഗ്രേറ്റ്. ഇനി അവരിപ്പോൾ എന്താണ് കറൻ്റ്ലി, ഇത് അവരുടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് നോക്കാം. 9 ഓഫ് കപ്സ്. വളരെ ഹാപ്പിയാണ് അവർ. എന്താ പറയുക, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു കാർഡിന് പറയുക. അവരുടെ ആഗ്രഹം നടന്നു, അവർ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു പാർട്ട്ണറെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു തോട്ടാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളെക്കുറിച്ച് ഉള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിട്ടുള്ളത്. എന്ത് ആക്ഷൻ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്ത് ആക്ഷനാണ് അവർക്ക് ഈ ഒരു തോട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കിയാലോ. ഓക്കെ, 10 ഓഫ് കപ്സ്. ഓ മൈ ഗാഡ്. അതായത് നിങ്ങളുടെ ഫാമിലി പോലെ അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും, ഒരു ലവർ, ഒരു പേഴ്സൺ ആളുടെ ലവറിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുമോ അതെല്ലാം നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഫാമിലി എനർജിയാണ്. നിങ്ങൾ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലിരിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകളും അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ആക്ഷനാണ്, ആ സപ്പോർട്ടാണ് അവർക്ക് ഇത്രയും സന്തോഷം അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം നിങ്ങൾ ഇത്രയും സപ്പോർട്ടും സ്നേഹവും അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഗ്രേറ്റ്. ഇനി അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താണ് ഇനിയും ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. പേജ് ഓഫ് സ്വാർഡ്സ്. ചില കാര്യങ്ങളിൽ അവർ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ചെറിയൊരു ഫൈറ്റോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം മറന്ന്, അല്ലെങ്കിൽ ആ മുൻകാലങ്ങളിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ഇനി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു വലിയ ഫൈറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചിട്ടുണ്ടാവും. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഇപ്പോൾ ഇത്രയും പോസിറ്റീവ് കാർഡ്സും പിന്നെ അവരൊരു റീതിങ്കിങ് എന്ന് പറയുന്നൊരു എനർജിയും വന്നിട്ടുള്ളത്. ആ ഒരു ഫൈറ്റിന് ശേഷം ഒന്നിച്ചുകൊണ്ടാണ്. ഇനി അത്തരം ഫൈറ്റ്സ് ഉണ്ടാവരുത് എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്യാരക്ടറിൽ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി, അവർക്ക് എന്ത് ക്യാരക്ടറിനോടാണ് നിങ്ങളിലുള്ള എന്ത് ക്യാരക്ടറിനോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് എന്ന് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആണ്, പ്രാക്ടിക്കലാണ്. പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആളല്ല. നിങ്ങൾ റൂട്ടഡ് ആണ്. എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാം, അവരുടെ ഒപ്പം നിൽക്കാം എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് വാക്കാൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർക്കത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രാക്ടിക്കൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി അവർ വളരെയധികം അഡ്മയർ ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും അവരുമായിട്ടുള്ള ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ ഒരു ആർജവം, അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അഡ്മിറേഷനായിട്ട് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കാം. വാട്ട് കൺഫ്യൂസസ് ദം അബൌട്ട് യു. നിങ്ങളെക്കുറിച്ചുള്ള എന്ത് കൺഫ്യൂഷനാണ് അവർക്കിപ്പോൾ ഉള്ളത്? നൈറ്റ് ഓഫ് സ്വാർഡ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത. അത് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ വ്യത്യസ്തപ്പെട്ടിരിക്കും കേട്ടോ. ചില കാര്യങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്നുകിൽ ആക്ഷൻ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി. ഈ നൈറ്റ് ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്ന കാർഡിന് 2 മീനിങ്ങും പറയാം. പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുന്നു എന്നും പറയാം, കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല എന്നും പറയാം. ഇതൊരു കൺഫ്യൂഷനാണല്ലോ, അതുകൊണ്ടാണ് 2 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതിലേതാണ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളത്
എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളോട് എന്ന് നോക്കാം. ഹെയർഫെൻറ്റ്, ചില അറിവുകൾ അവർക്ക് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അത് നിങ്ങൾ അറിയണ്ട എന്ന് വിചാരിച്ച് അവർ മറച്ചു വെക്കുന്നുണ്ടായിരിക്കും. നമുക്കത് എന്താണ് എന്ന് നോക്കിയാലോ. വാട്ട് ഈസ് ഇറ്റ് ദേ ആർ ഹൈഡിങ്? അവർ ഹൈഡ് ചെയ്യുന്ന കാര്യം എന്താണ്? ക്ലാരിറ്റി കാർഡ് ഫോർ ഹെയർഫെൻറ്റ്. ജസ്റ്റിസ് കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും ഒരു മേജർ അർക്കാന കാർഡ് ആയതുകൊണ്ട് സം ഡീപ്പ് നോളജ്, സം ഡീപ്പ് ഇൻഫർമേഷൻ, എന്തോ ഒരു കാര്യം അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളോട് അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അതിനുള്ള ഒരു ദൈവ ശിക്ഷ അതവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആണ് അവർ മറച്ചു വയ്ക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റ് അവർക്ക് കാലമായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ജസ്റ്റിസ് വാസ് സെർവ്ഡ് എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ്. പക്ഷേ ഇത് തല തിരിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ട് അവരത് ബ്ലോക്കാക്കി മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആരെങ്കിലും ഒക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ ആ റിലേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല കേട്ടോ. ഈ ഒരു കാര്യമാണ് അവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറച്ചു വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇസ് ഇറ്റ് കൺഫ്യൂസിങ്? നിങ്ങൾ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളെപ്പറ്റി അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇംപ്രഷൻ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്കിവിടെ വീണ്ടും ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ അഡ്മിറേഷനുള്ള ഒരു നിങ്ങളെക്കുറിച്ച് അഡ്മിറേഷനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രൗണ്ടഡ്നെസ് ആണ്. നിങ്ങൾ വളരെ റൂട്ടഡ് ആയിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാത്ത ഒരു ടൈപ്പ് ആളാണ്. എന്നാൽ അവർക്ക് അത്രയും തന്നെ ഒരു ഗ്രൗണ്ടഡ്നെസ് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അത് അവർക്കും അറിയാമെന്നുള്ളതാണ്. അവരുടെ ഇമ്മെച്യൂരിറ്റി, നിങ്ങളുടെ അത്രയും മെച്യൂരിറ്റിയും ഗ്രൗണ്ടഡ്നെസ്സും അവർക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതായിട്ട് അവർക്കറിയാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ബട്ട് സ്റ്റിൽ ഓൾ ദീസ് ആർ പോസിറ്റീവ് കാർഡ്സ്. ഇനി നല്ല ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. നിങ്ങൾ തമ്മിലുള്ള എന്ത് മെമ്മറിയാണ് അവർക്ക് എപ്പോഴും അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. ദ സൺ കാർഡ്. ആ ഒരു വലിയ ഫൈറ്റിന് ശേഷം അല്ലെങ്കിൽ വലിയ ചില പ്രശ്നങ്ങൾക്ക് ശേഷം നിങ്ങളുടെ എനർജി ഹീലായിട്ടുണ്ട്. ആ ഹീലിംഗ് ആണ് അവർക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അവരുടെ അടുത്തായിരിക്കുമ്പോൾ നിങ്ങളൊരു കുട്ടിയെപ്പോലെ പെരുമാറുന്നുണ്ടായിരിക്കാം. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൽ അവരൊരു കുട്ടിയെപ്പോലെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഈ സൺ കാർഡ് എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയെപ്പോലെ കളങ്കമില്ലാത്ത എനർജിയുടെ കാർഡാണ്. ഓക്കെ, അതുകൊണ്ട് ഈ രീതിയിലുള്ള മീനിങ് ഒക്കെ നമുക്ക് പറയാം. ഈ ഒരു മെമ്മറിയാണ് അവർക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാനായിട്ട് ഇഷ്ടമുള്ളത്. ഒന്നുകിൽ ഒരു ഫൈറ്റിന് ശേഷമുള്ള ഒരു പാച്ചപ്പ്, അവരുടെ ക്യാരക്ടറിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നതിന് ശേഷം മാറിയിട്ടുണ്ടാവും, പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാര്യമായിട്ടാണ് ഒരു കുട്ടിയെപ്പോലെ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമായിരിക്കാം. ഇവിടെ നമുക്കൊരു 10 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് കുട്ടികളെ കാണാം. ഈ രണ്ട് കാർഡ്സും ഏകദേശം സെയിം മീനിങ് ഉള്ള കാർഡ്സാണ്. ഓക്കെ, ഈ സമയത്ത് അവരുടെ കറണ്ട് ഇമോഷൻ, നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഇമോഷൻ, ഈ ഒരു മൊമെൻറ്റിൽ അവർ എന്ത് ഇമോഷനിലാണ് ഉള്ളതെന്ന് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ്, വീണ്ടും പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളോട് വീണ്ടും ആ ഫൈറ്റിന് ശേഷം വീണ്ടും വന്ന് സംസാരിക്കണം, പഴയ പോലെ ആവണം തുടങ്ങിയ എനർജികളാണ്. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ സ്നേഹമുള്ള ഒരു അത്തരമൊരു ഫീലിങ്സാണ് അവർക്കിപ്പോൾ നിങ്ങളോട് ഉള്ളത്. അവർക്ക് ഈ റിലേഷനിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പേടിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടെങ്കിൽ, വാട്ട് ആർ ദേ അഫ്രൈഡ് ഓഫ്? 4 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളെ വിട്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി റിലേഷനൊക്കെ ആണെങ്കിൽ അവരുടെ ഇമേജ് തകരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു പേടി. അത് തേർഡ് പാർട്ടി റിലേഷനിലാണ്. തേർഡ് പാർട്ടി അല്ലാത്ത റിലേഷനുകളാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, വിട്ട് കൊടുക്കേണ്ടി വരുമോ, അങ്ങനെയുള്ള പേടികളാണ് അവർക്ക് ഈ റിലേഷനിൽ ഉള്ളത് എന്ന് കാണാം കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ അവർ എന്ത് കാര്യമാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ദെയർ നെക്സ്റ്റ് ഡിസിഷൻ എന്താണ് എന്ന് നോക്കാം.
ഏസ് ഓഫ് വാൺസ്. നിങ്ങളെക്കുറിച്ച് അവർക്ക് പുതിയ എന്തോ പദ്ധതികളുണ്ട് കേട്ടോ. അത് വെറുതെ അല്ല, എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, വളരെ പാഷനേറ്റായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളോട് അവരത് പറയുമോ ഇല്ലയോ എന്ന് നോക്കാം. ജഡ്ജ്മെൻ്റ് ആണ്. സമയമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അവർ ഉടനെ തന്നെ പറയാൻ സാധ്യതയില്ല. ചില കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഉടനെ അവരത് പറയില്ല. അവർ കുറച്ച് ടൈം എടുക്കുമെന്നാണ്. സമയമാകുമ്പോൾ മാത്രമേ നിങ്ങളോട് അവർ പറയുകയുള്ളൂ എന്ന് കാണാം. ഇനി ഫൈനൽ ഔട്ട്കം, ഈ ഒരു റിലേഷൻ്റെ ഫൈനൽ ഔട്ട്കം അല്ല, അതിനു മുമ്പ് ഈ ഒരു ഈ ഒരു തീരുമാനത്തിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് നോക്കാം. 6 ഓഫ് കപ്സ് ആണ്. വീണ്ടും അപ്പോൾ വഴക്കിട്ടിരിക്കുന്നവരോ എന്തെങ്കിലും തരത്തിൽ പിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു റീകൺസിലിയേഷൻ, പാച്ചപ്പ്, തിരിച്ചു വരുന്ന എനർജിയാണ് ഒരു 6 ഓഫ് കപ്സ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ബന്ധങ്ങൾ എന്നൊക്കെയാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അവർ പിരിഞ്ഞു പോയിട്ടുള്ളവരാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ് ഈ കാർഡിൽ കാണുന്നത്. ഓക്കെ, ഇതായിരിക്കും ഈ ഒരു ഡിസിഷൻ്റെ ഫൈനൽ ഔട്ട്കം. ഇനി ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വാട്ട് ഷുഡ് യു നോ അബൌട്ട് ദിസ് റിലേഷൻ? ഈ റിലേഷനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്ത് കാര്യമാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഈ റിലേഷനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ് 2 ഓഫ് കപ്സ്. ഓ മൈ ഗോഡ്, 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നോക്കൂ, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക്, 9 ഓഫ് കപ്സ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? സോൾമേറ്റിൻ്റെ കാർഡാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് റിലേഷനാണ് എന്ന് കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡും കൂടി വന്നിട്ടുള്ളപ്പോൾ നമുക്കതൊരു ഡബിൾ കൺഫർമേഷനാണ്. യു ആർ മെൻറ്റ് ടു ബി എ ഫാമിലി. നിങ്ങളുടെ ഫാമിലി ആയിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും ഈ 2 ആത്മാക്കൾ മുജ്ജന്മ ബന്ധം ഉള്ളവരാണ്. വളരെ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും പരസ്പര സന്തോഷത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകേണ്ട ഒരു റിലേഷനാണ് എന്നാണ് ഇതിവിടെ കാണിക്കുന്നത്. റൊമാൻറ്റിക് റിലേഷൻ തന്നെ ആവണമെന്ന് നിർബന്ധം ഇല്ല. 2 ഓഫ് കപ്സ്. സോ ഹാപ്പി ഫോർ യു, എ വെരി പോസിറ്റീവ് റീഡിങ്. ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആൻഡ് നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആൻഡ് പേഴ്സൻ്റെ പേരിൻ്റെ ലാസ്റ്റ് ലെറ്റർ ചേർത്ത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.